ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വന്നിരിക്കുന്നതാണ് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാനൊരു ഗിഫ്റ്റ് എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണെന്ന് പറയട്ടെ, ഞങ്ങളെല്ലാവർക്കും ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഹെലികോപ്റ്ററാണ് ഞാൻ ഇവിടെ ഓർഡർ ചെയ്തത്, വിത്ത് റിമോട്ട് കൺട്രോൾ, ഹാൻഡ് റിമൂവ് അല്ല. അപ്പോൾ റിമോട്ടല്ല. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് തോന്നി, അപ്പം ഞാൻ ഓർഡർ ചെയ്ത് നോക്കിയാണ്. അപ്പം നമുക്ക് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വാ മക്കളെ, നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ അതോട്ട് പോകാം കേട്ടോ. വാ, നമ്മുടെ ഹാളിലായിട്ടാണ് ഹെലികോപ്റ്റർ വെച്ചേക്കുന്നത്. ഞാൻ ഇവിടെയായിട്ടാണ് ഹെലികോപ്റ്റർ ഇരിക്കുന്നത്. വന്നപ്പോൾ തന്നെ നിങ്ങളുടെ പറയാവുന്ന ആവേശം കൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചേക്കാണ്. അൺബോക്സ് പോലും ചെയ്തിട്ടുണ്ട് ഇത്ര ദിവസമായിട്ട്. അപ്പം ഇത്ര ദിവസമായിട്ട് ഇപ്പോൾ കൊണ്ടുപോയിട്ട് വെച്ചു. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്യാം. സെലോട്ടേ കൊണ്ടുവന്നു, ഞാൻ പൊട്ടിച്ചു. അപ്പോൾ നമ്മുടെ ഹെലികോപ്റ്റർ. അപ്പോൾ അതിന് മുമ്പ് തന്നെ എക്സൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇന്നോവേഷൻ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ഹെലികോപ്റ്റർ ഡു മോഡ് കൺട്രോൾ ഫ്ലൈറ്റ് ആണ്. അപ്പം ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഫ്ലൈറ്റ്, കോൾഡ് ലൈറ്റ്, 3D ലൈറ്റ്, വോൾട്ടേജ് പ്രൊഡക്ഷൻ സിസ്റ്റം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്തപ്പോൾ തന്നെ ഇതിൻ്റെ ചാർജർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചാർജർ എന്ന് പറയുന്നത്. ചാർജർ അപ്പോൾ ഇതാണ് നമ്മുടെ ചാർജർ എന്ന് പറയുന്നത്. അപ്പോൾ വേണ്ട ഇത് നമ്മൾ കൂടുതൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് ഹെലികോപ്റ്റർ, നമ്മുടെ ഹെലികോപ്റ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ RC നോക്കുവാണെങ്കിൽ 1000 രൂപ അടുത്ത് വില വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് റിമോട്ട് ബാറ്ററി ഉണ്ടോ നോക്കാം. ബാറ്ററി. അപ്പോൾ ഇതിൻ്റെ കൂടെ രണ്ട് ബാറ്ററി വന്നിട്ടുണ്ട് കേട്ടോ, നമ്മുടെ റിമോട്ടിലൊക്കെ ഇടുന്ന ബാറ്ററി. അപ്പോൾ നമ്മൾ ആ ബാറ്ററി എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പം നമ്മളിതിൽ ചാർജ് ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ റിമോട്ട് ആണ് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ അപ്പും കൊടുത്തിട്ടുണ്ട്, ഒന്നിൽ ഓൺലൈൻ എന്നും പറഞ്ഞ ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ലൈറ്റ് അതുകൊണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ചാർജ് ഉണ്ടെന്ന് സാരം. അപ്പം ചാർജ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് പറത്തി നോക്കിയിട്ട് വരാം. അപ്പോൾ പറത്തി നോക്കാനായിട്ട് വേണ്ട നമ്മൾ പുറത്തോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ക്യാമറാമാനുണ്ട്, എൻ്റെ അനിയത്തിയുണ്ട് ബാക്കിലുണ്ട്. അപ്പം ക്യാമറാമാൻ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പം പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പം പുറത്തോട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഓണാക്കി നോക്കാം. ഓണാക്കാൻ പോവാണേ. ഓണാക്കാൻ പോവാണ്ട. ഇവിടെ ലൈറ്റ് എത്തിയിട്ടുണ്ട്. നമുക്ക് താഴത്തെ വെച്ചോ. ഇതിലൊരു അപ്പ് മോഡുണ്ട്. ആ അപ്പ് മോഡ് അമർത്തുമ്പോഴാണ് ഇത് വർക്ക് ആവുന്നത്. അപ്പം വേണ്ട ഇതിൽ അമർത്തുമ്പോൾ അത് മണ്ടക്കോട്ട് വന്നാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. കണ്ടോ, അപ്പ് മോഡ് അമർത്തുമ്പോൾ ഏറ്റവും മണ്ടയ്ക്ക് വരെ പോവും. അത്യാവശ്യം അത്രയാണ് ഇത് പോകുന്നതെന്ന് പറയുന്ന ഹൈറ്റ്. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ അതിൻ്റെ രീതി തന്നെ താഴോട്ട് വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിടിക്കാം. ഞാനിവിടെ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. ആണ് അല്ലെങ്കിൽ താഴെ വന്നിട്ട് ലാൻഡ് ആവത്തില്ല. ഇത് ഓട്ടോമാറ്റിക്കലി താഴെ സെൻസർ കാരണം അത് പറക്കും. അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ താഴോട്ട് വെച്ച് നോക്കാം. പിന്നെ ഇതിനകത്ത് കാണുന്ന ഈ ഒരു ബട്ടൺ നമ്മൾക്ക് അമർത്താനുള്ളതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തിനും ചുമ്മാ കൊടുത്തേക്കുന്നതല്ല, നമ്മൾ അമർത്തുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അപ്പോൾ ഇതിനുള്ള സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മണ്ടയ്ക്ക് പോയി നിൽക്കുന്ന സമയത്ത് ഇതിപ്പോൾ അതിൽ കുടുങ്ങിയെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമുക്ക് ഓഫ് ആക്കിയിട്ട് ഒന്ന് ഓൺ ആക്കിയാൽ ഇത് തിരിച്ചിറക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ആട്ടോ നമ്മൾ കൊണ്ടേക്കുന്നത്. ഒരു കാര്യം പറയാം, ഇതിൻ്റെ ബ്ലേഡ് കയ്യിൽ അടിക്കാതെ സൂക്ഷിക്കുക. ബ്ലേഡ് കയ്യിൽ അടിച്ചു കഴിഞ്ഞാൽ നല്ല മുറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ബ്ലേഡ് അടിക്കാൻ നോക്കുക. കൊച്ചുകുട്ടികളിലേക്ക് കൊടുക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഓണാക്കാവേ. ഓണാക്കേണ്ട ആവശ്യമില്ല. ഓണാക്കിയിട്ട് ഇവിടെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇപ്പോൾ സാധനം പറക്കുന്നതാണ്. നല്ല ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. ബാറ്ററി ബാക്കപ്പ് ഒക്കെ പറയുമ്പോൾ നല്ലേ കിട്ടുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് വേണ്ട. ക്യാമറമാൻ എടുത്തോണ്ട് പോയിട്ട് തോടക്കുന്നത്. ക്യാമറമാൻ അവിടെ വല്ലതും കൊണ്ടിരിക്കുക. അതാണ് എത്ര ഹൈ പോകുമെന്ന് നമ്മൾ നോക്കാം. ഹൈറ്റ് എന്ന് പറയുന്നത് മിനിമം ഇത്രയില്ല, അത് അത്രയും ഹൈറ്റിൽ മിനിമം പോകും കേട്ടോ ഹെലികോപ്റ്റർ. ഉണ്ട് ഇതിന്റെ സിസ്റ്റം കാരണം അത്രയെങ്കിലും പോകും മിനിമം. ഇന്ന് താഴെ നല്ല കാറ്റാട്ടോ. കാറ്റൊന്നും പറയാൻ പറ്റില്ല. നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ഹെലികോപ്റ്റർ ഈ ഒരു ബഡ്ജറ്റിൽ ഏറ്റവും നല്ല ഗുഡ് ആയിരിക്കും അത് ഞാൻ പറയുള്ളൂ. സെൻസർ ഉണ്ടായതുകൊണ്ട് സെൻസർ ഞാൻ കാണിച്ചു തരാവേ. ആണ് സെൻസർ താഴോട്ടേക്ക് കണ്ടോ, ഹാൻഡ് സെൻസർ ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്
എങ്ങോട്ടേലും പോവുകയാണെങ്കിൽ തന്നെയും മണ്ടയ്ക്ക് പോയിട്ട് അവിടെ കൂടി നമ്മുടെ ഇതിനകത്ത് കയറി ഇരുന്നിട്ടുണ്ട്. നമുക്കത് എടുക്കണം. അപ്പൊ എടുക്കാനായിട്ട് നമ്മൾ പോവാട്ടോ. നമ്മളവിടെ എടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ഗൈസ് നമ്മുടെ അതിനകത്ത് പോയായിരുന്നു. കുഴിക്കാനും പിന്നെ നമ്മൾ ഒരു ബട്ടൺ അമർത്തുമ്പോൾ തേച്ചിന് ഇറങ്ങി വരും കേട്ടോ. അപ്പൊ പക്ഷേ ഒരു പണിയാണ്. ഏറ്റവും കുഴിക്ക് നല്ല കുഴിക്ക് ഇതിനകത്ത് പിടിക്കുകയാണെ തരത്തില്ല കേട്ടോ. അപ്പൊ നമുക്ക് നിങ്ങൾ നോക്കാം. പക്ഷെ നല്ല രീതിയിൽ ഒരു ഇത് കിട്ടുന്നുണ്ട്. ഇതിന്റെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്. താഴോട്ടൊക്കെ വന്നു വീണാലും ഒരു കുഴപ്പമില്ല. താഴെ ഒന്ന് അടിച്ച് നിൽക്കത്തേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ല. ഇത് ഞാൻ മേടിച്ചേക്കുന്നതെന്ന് പറയുന്നത് ഷോപ്സിക്കാണെന്നാണ്. അപ്പം ഷോപ്സി എന്ന് പറഞ്ഞാൽ ആമസോണിൻ്റെ തന്നെ അല്ല ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ വേറൊരു വെബ്സൈറ്റാണ്. അപ്പം അതിനകത്താണ് ഞാനിത് മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 500 അടുത്ത് വരുന്നുണ്ട്. നമുക്ക് 500 ഞാനിപ്പോൾ മേടിക്കുന്നത് 520 റുപ്പീസിനാണ്. നമുക്ക് ഇവിടെ പറത്തി നോക്കാം. അപ്പോൾ നമുക്ക് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. കൈ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വറുക്കുവാണെങ്കിൽ പറന്നോളും. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഇത് കാണണം. ഇങ്ങനെ പിടിക്കണം. പക്ഷെ കൈ കൊണ്ടാൽ നല്ല വേണമെങ്കിൽ കേട്ടോ. പറന്ന് നോക്കുമല്ലോ. പിന്നെ ഇതിൻ്റെ ഹാൻഡ് കാണിച്ചു തരാം. കണ്ടോ ഹാൻഡ് കണ്ടോ കണ്ടോ ഇങ്ങനെ പിടിക്കാനൊക്കെ പറ്റും. ഹാൻഡാണ്. പിന്നെ ഒരു പ്രത്യേകത. ഇതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ലീഫാണ് കൊടുത്തേക്കുന്നത്. ക്യാമറമാൻ എങ്ങനെ എടുക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അവന് അല്ലെങ്കിൽ അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ്ട് ഇതാണ് നമ്മുടെ സാധനം എന്ന് പറയുന്നത്. അടിപൊളിയാണ്. അടിയിലോടെ ഇരിക്കുന്ന സാധനത്തേക്ക് തെറിപ്പിച്ച് കളയുന്നുണ്ട് കേട്ടോ. അത്രയും കാറ്റ് അടിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് അമർത്തുമ്പോൾ അമർത്തുമ്പോൾ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. മണ്ണക്കോട് പറക്കാനുള്ള സ്പീഡ് കൂടുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് പറക്കാവേ. ഇതുകൂടെ പറത്തി കഴിഞ്ഞിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ വരും കേട്ടോ. സെൻസർ അമർത്തുന്നുണ്ട്. ഞങ്ങൾക്ക് വേറെ റെഡി കാണിച്ചതാണ്. നമ്മളിപ്പം ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ആണ് നോക്ക് കണ്ടോ. അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് കവറിൽ ശീലിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. ഞാൻ ഓഫ് ചെയ്യുന്നതുകൊണ്ടാട്ടോ ഇങ്ങനെ ഓഫായി കളിക്കുന്നത്. ചില സമയത്ത് ഇതിന് ബാറ്ററി പോകുമ്പോഴും ഇതിനൊരു സെൻസ് കാണിക്കുന്നത് എന്ന് വെച്ചപ്പോൾ ഒന്ന് ഞാൻ അമർത്തിയിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതേ സെൻസാണ് നമ്മുടെ ഹാൻഡ് റിമൂവിനകത്ത് കാണിച്ചു തരും. അപ്പം എനിക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ ഷോപ്സിൽ ചെന്നിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹെലികോപ്റ്റർ മേടിച്ച് പോയി കിട്ടും. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അല്ല വെർത്താണ് ഈ സാധനം. അപ്പം നിങ്ങൾ മേടിക്കാൻ നോക്കുക കേട്ടോ. അപ്പം കൊച്ചു പിള്ളേർക്ക് ഹെലികോപ്റ്റർ RC ഹെലികോപ്റ്റർ വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിച്ച് കൊടുക്കാമെന്ന്. പക്ഷേ കൊച്ചു പിള്ളേരുടെ കയ്യിൽ നിങ്ങൾ ഓടിച്ചു കൊടുക്കുക. അവരുടെ കൈ കൊണ്ട് സെൻസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബൈ.